രാഹുൽ ഗാന്ധിക്ക് ആദ്യത്തെ അടി കിട്ടാൻ പോകുന്നത് ദക്ഷിണേന്ത്യയിൽ നിന്ന്, തെലങ്കാനയിൽ നിന്നാണ് എന്ന് കേൾക്കുന്നു. അവിടെ കോൺഗ്രസിൻ്റെ സർക്കാരാണ്. അവർ 55 MLA-മാരുമായി രേവന്ത് റെഡ്ഡി എന്ന മുഖ്യമന്ത്രി BJP-യിലേക്ക് ചേരുമെന്നാണ് വാർത്തകൾ വരുന്നത്. ഇന്നല്ലെങ്കിൽ നാളെ അത് സംഭവിക്കുന്ന പലപ്പോഴും തോന്നിയിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പലപ്പോഴും രേവന്ത് റെഡ്ഡി അവിടെ കോൺഗ്രസ്സിൽ BJP-യിൽ നിന്ന് ഡെപ്യൂട്ടേഷനിലാണോ എന്ന് തോന്നാറുണ്ട്. കാരണം അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് ABVP-യിൽ ABVP-യിൽ പ്രവർത്തിച്ചിട്ട് പാരമ്പര്യമുള്ള ഒരാളാണ് രേവന്ത് റെഡ്ഡി. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ വിദ്യാഭ്യാസം ABVP-യിലൂടെ ആയിരുന്നു. അതെ. അപ്പോൾ അങ്ങനെ RSS പശ്ചാത്തലം ABVP പശ്ചാത്തലമുള്ള ആളുകൾ അത് സാധാരണഗതിയിൽ അങ്ങനെ മറക്കുന്ന ഒരു നാഭിഹിതാള ബന്ധമാണ്. അത് ബന്ധമാണ് എന്ന് മാത്രമല്ല, പലപ്പോഴും ഈ പല രാഷ്ട്രീയക്കാരെയും RSS നിന്നൊക്കെ മറ്റേ സ്ഥലത്ത് പോയി പ്രവർത്തിക്കൂ, മറ്റേ പാർട്ടിയിൽ പോയി പ്രവർത്തിക്കൂ എന്ന് RSS ഡെപ്യൂട്ടേഷൻ വിടാറുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ വിടാറുള്ളതായിട്ട് പല കഥകളും നമ്മൾ വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മയിലേക്കൊന്നും വരുന്നില്ലെങ്കിലും ഉത്തർപ്രദേശിൽ ഈ തോൽവിയുടെ കാര്യം ചർച്ച ചെയ്യുമ്പോഴും എന്നോട് ഇങ്ങനെ പറഞ്ഞിരുന്നു എന്ന് ഒരു BJP നേതാവ് പറഞ്ഞതായിട്ട് ഞാൻ വായിച്ചിരുന്നു. എന്നോട് RSS-ൽ നിന്ന് നിർദ്ദേശം തന്നിട്ടാണ് ഞാൻ പോയി ഇന്ത്യൻ സ്ഥലത്ത് പ്രവർത്തിച്ചത്. ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ രേവന്ത് റെഡ്ഡിയുടെ രേവന്ത് റെഡ്ഡിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ എന്താണെന്ന് വെച്ചാൽ മുഖ്യമന്ത്രി മാത്രമല്ല, അദ്ദേഹം അവിടുത്തെ PCC പ്രസിഡന്റ് കൂടിയാണ്. അപ്പോൾ ആ PCC പ്രസിഡന്റ് സ്ഥാനം ഒഴിയേണ്ടി വരും എങ്ങനെയാണെങ്കിലും. അതിൻ്റെ ചർച്ചകളുമൊക്കെ ധാരാളം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് രേവന്ത് റെഡ്ഡി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം, ഈ BRS-ൽ നിന്ന് ചന്ദ്രശേഖര റാവുവിൻ്റെ പാർട്ടിയിൽ നിന്ന് ധാരാളം MP-മാരെയൊക്കെ പിടിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ കേശവ് റാവു എന്ന് പറഞ്ഞ നേതാവ് തിരിച്ച് കോൺഗ്രസിലേക്ക് വന്നു. അപ്പോൾ കോൺഗ്രസിൻ്റെ ബേസ് അദ്ദേഹം ഇപ്പോൾ കൂട്ടിക്കൊണ്ടിരിക്കുന്നതാണ് നമുക്ക് തോന്നുക. പക്ഷേ അത്രയും ആളുകളെ കൂടി അദ്ദേഹത്തിന് BJP-യിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. മറ്റേ കോൺഗ്രസ്സിൽ എന്നിട്ട് ഈ ബേസ് കൂട്ടുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യാൻ കഴിയുക. കോൺഗ്രസിൻ്റെ അവസ്ഥയാണെങ്കിൽ വളരെ പരിതാപകരമാണ്. അവിടെ തെലങ്കാനയിൽ BRS ശരിക്കും നശിച്ചു പോയ ഒരു അവസ്ഥയിലാണ്. കാരണം ഇനി അതിന് തിരിച്ചു വരാൻ സാധ്യമേ അല്ല, പലതരത്തിലും സാധ്യമല്ല. തകർന്ന് തരിപ്പണായി പോയി. കാരണം ചന്ദ്രശേഖര റാവുവിൻ്റെ മകള് കവിത ജയിലിലുമാണ്. അവർക്ക് ജാമ്യവും കൊടുക്കുന്നില്ല. ഈ കെജ്രിവാളിനൊക്കെ ജാമ്യം കൊടുത്ത പോലെയൊന്നും കവിതയ്ക്ക് കൊടുക്കുന്നുമില്ല. അപ്പോൾ എന്തൊരു അഹങ്കാരമായിരുന്നു ഇയാൾക്ക് അല്ലേ? മുഖ്യമന്ത്രി ആയിരിക്കെ പ്രധാനമന്ത്രി വരുമ്പോഴത്തേക്ക് സ്വീകരിക്കാൻ പോകത്തില്ല. ഇങ്ങനെയൊക്കെ കഴിഞ്ഞ് ഭയങ്കര പ്രധാനമന്ത്രി വരുന്നതിന് തൊട്ട് മുമ്പ് അതിനേക്കാൾ വെല്ലുവിളിച്ച് വേറെ റാലി നടത്തുക. അത് പണ്ട് ഈ പോട്ടി ശ്രീരാമുലു എന്ന് പറഞ്ഞൊരാൾ തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിരാഹാരം ഉണ്ടാക്കിയത് വലിയ റെക്കോർഡാണല്ലോ. നെൽസൺ മണ്ടേലയുടെ ഒക്കെ അടുത്ത് വരും എന്നൊക്കെ പറയുന്ന തരത്തിലാണ് തെലങ്കാന സംസ്ഥാനം ഉണ്ടാക്കാൻ വേണ്ടി. ആ പാരമ്പര്യത്തിൽ വന്നിട്ട് തെലങ്കാന സംസ്ഥാനത്തിന് വേണ്ടി വാദിച്ച ഒരാളാണ് ചന്ദ്രശേഖര റാവു. അങ്ങനെ വാദിച്ച അതിൻ്റെ പിന്നാലെ ഈ ആലപ്പുഴയിൽ ഒരു പാലത്തിന് വേണ്ടി ഓമനപ്പിള്ള എന്ന് പറഞ്ഞൊരാൾ നടന്നില്ലേ ഒരു പാലത്തിന് വേണ്ടി. അപ്പോൾ ഓമനപ്പിള്ളക്ക് സമൂഹത്തിൽ ഒരു വാല്യൂ ഉണ്ടല്ലോ. നമ്മുടെ വൈപ്പിനിൽ മജുനു കോമത്ത് വൈപ്പിൻ പാലത്തിന് വേണ്ടി നടത്തിയ സമരം ഹൈക്കോടതി അഭിഭാഷകനായ. അതെ. അപ്പോൾ അങ്ങനെ ചില ആളുകൾ ചില സ്ഥലത്ത് ഓർക്കുന്നത് പോലെ ചന്ദ്രശേഖര റാവു നിലനിൽക്കുന്നല്ലാതെ അങ്ങനെ തെലങ്കാനയ്ക്ക് വേണ്ടി സംസാരിച്ച് നടന്ന ഒരാളെ അവരനുഭവിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ യാഗങ്ങൾ നടത്തിയൊക്കെയാണ് ഇങ്ങനെ നടന്നത്. വലിയ പറമ്പുകളൊക്കെ കണ്ടുപിടിച്ച് മുഖ്യമന്ത്രി ആയത് ഈ യാഗങ്ങൾ നടത്തിയിട്ടും കൂടോത്രം നടത്തിയിട്ടും ഒക്കെയാണ് എന്ന് വിശ്വസിച്ചിരുന്ന ഒരാളാണ് ചന്ദ്രശേഖര റാവു. ഒരു രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് ശീലമോ അതിനുള്ള അനുഭവ സമ്പത്തോ ഭരണമൊക്കെ വീട്ടിലിരുന്നൊക്കെയാണ് ചെയ്തത്. പിന്നെ അതിഭീകരമായ അഴിമതി അത് നമ്മൾ ആ കഴിഞ്ഞ പട്ടികയൊക്കെ വന്നില്ലേ, മേഘ എഞ്ചിനീയറിംഗ് എന്നൊക്കെ പറഞ്ഞ സ്ഥാപനങ്ങൾ ഇവരൊക്കെ കോഴ കൊടുത്ത് അങ്ങനെ നടന്നിരുന്ന ഒരാളാണ്. സാർ ഇപ്പോൾ 2 സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുക, ഹരിയാന
കാശ്മീർ ഉൾപ്പെടെ കാശ്മീരിൽ ഇപ്പോൾ സുപ്രീം കാശ്മീരിൽ കോടതി സെപ്റ്റംബർ സെപ്റ്റംബർ 30 നടക്കണം. അപ്പോൾ ഇത്തരം സംസ്ഥാനങ്ങളിൽ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ പിന്നെ ജാർഖണ്ഡ് ഉണ്ടെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ ആകുമ്പോൾ 3 സംസ്ഥാനങ്ങൾ, ജാർഖണ്ഡാണെന്ന് തോന്നുന്നു. ഈ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ മഹാരാഷ്ട്ര വരുന്നുണ്ട്. മഹാരാഷ്ട്ര വരുന്നുണ്ട്. അപ്പോൾ BJPയെയും കോൺഗ്രസിനെ സംബന്ധിച്ച് അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പുകൾ. ഹരിയാനയിൽ ഭരണം നിലനിർത്തണം, മഹാരാഷ്ട്ര നിലനിർത്തണം, കാശ്മീർ പിടിച്ചെടുക്കണം. ഇങ്ങനെ വളരെ സങ്കീർണമായ ഒരു സാഹചര്യത്തിൽ തെലങ്കാനയിൽ ഒരു രാഷ്ട്രീയ മാറ്റം ഉണ്ടായി കോൺഗ്രസ് സർക്കാർ വീണാൽ, BJP സർക്കാർ വന്നാൽ BJPക്ക് ഒരു വലിയ മൈലേജ്. BJP ഇപ്പോൾ നിൽക്കുന്ന ഒരു വീഴ്ചയിൽ സെറ്റ് ബാക്ക് ഉണ്ടായി, ഭരണം കിട്ടിയെങ്കിലും സെറ്റ് ബാക്ക് ഉണ്ടായി. അതിൽ നിന്ന് മുക്തി നേടി BJP പഴയ ക്ഷീണമൊന്നുമില്ല, പഴയ പോലെ തന്നെയാണ് എന്ന് തെളിയിക്കാൻ ഈ രാഷ്ട്രീയ മാറ്റം സഹായിക്കില്ലേ? സഹായിക്കും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കർണാടകയിലാണ് തെക്കേ ഇന്ത്യയിലേക്കുള്ള വാതിൽ BJP തുറന്നത്. അത് 1991 മുതൽ തന്നെ കർണാടകയിൽ ഈ വാതിൽ തുറന്ന് പ്രവേശിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഈ ആന്ധ്രയിലും തെലങ്കാനയിലും നടന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ കിട്ടിയിട്ടുള്ള വോട്ട്, ആന്ധ്രയിൽ TDPയുടെ കൂടെ മറ്റേ പവൻ കല്യാണിൻ്റെ മറ്റേ ജനസേനയുടെ കൂടെ ചേർന്നിട്ട് അവിടെ പശ്ചാത്തലം ശക്തമാക്കിയിട്ടുണ്ട്. അതുപോലെ തെലങ്കാനയിലും കിട്ടിയിരിക്കുന്ന വോട്ട് ശതമാനം വളരെ കൂടുതലാണ്. 30% കൂടുതൽ. സൗത്ത് ഇന്ത്യ ഏതാണ്ട് BJPയുടെ കയ്യിലായി. അപ്പോൾ കോൺഗ്രസിന് എനിക്ക് തോന്നുന്നു ഈ തെലങ്കാന മാത്രമല്ല കർണാടക പ്രതിസന്ധിയിലാണ്. ഇപ്പോൾ ഒക്കലിംഗ സമുദായത്തിൻ്റെ ആചാര്യനായ ചന്ദ്രശേഖരനാഥ സ്വാമി സിദ്ധരാമയ്യ മുഖ്യമന്ത്രിയാക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞു. അതിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് 1 അല്ല 3 ഉപമുഖ്യമന്ത്രിമാർ വേണമെന്നുള്ള വാദമായി സിദ്ധരാമ വർഷവും വന്നിരിക്കുന്നു. കർണാടക ഈ വർഷം വീഴും. കർണാടക വീഴും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കർണാടകയിൽ ഇപ്പോൾ 4000 കോടി രൂപയുടെ ഭൂമി തട്ടിപ്പ് ആരോപണം സിദ്ധരാമയുടെ ഭാര്യ പാർവതിയുടെ പേരിൽ ഉയർന്നിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സംഭവം കിട്ടിക്കഴിഞ്ഞാൽ അത് DK ശിവകുമാർ കത്തിക്കാതിരിക്കില്ല. ഒക്കലിക സ്വാമി രംഗത്ത് വന്നതിൻ്റെ പിന്നാലെ കുരുബ സമുദായത്തിൽപ്പെട്ട ആളാണ് സിദ്ധരാമയ്യ. അപ്പോൾ പിന്നാക്കക്കാർ ഈ ആ സംഘടനകളെല്ലാം കൂടി സിദ്ധരാമയ്ക്ക് അനുകൂലമായിട്ടും വന്നിട്ടുണ്ട്. ഈ ഹൈക്കമാൻഡുമായിട്ട് ഡൽഹിയിൽ നടന്ന ചർച്ചയിൽ ഇവർ ഊഴം വെച്ചിട്ട് മുഖ്യമന്ത്രിമാരാകാം എന്നൊരു ധാരണ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നു. എഴുതിയ ധാരണയൊന്നുമല്ല. എന്തായാലും മറ്റേ ഖാർഗെയ്ക്ക് താല്പര്യം സിദ്ധരാമയ്യോടായിരുന്നിരിക്കും. സിദ്ധരാമയ്യ 5 വർഷം പൂർത്തിയാക്കിയ അപൂർവം കോൺഗ്രസ് മുഖ്യമന്ത്രിമാരിൽ ഒരാളാണ്. പണ്ട് നിജലിംഗപ്പയും ദേവരാജ് അർച്ചും മാത്രമേ 5 കൊല്ലം അവിടെ നിന്നിട്ടുള്ളൂ. അങ്ങനെയുണ്ട് കേട്ടോ അവിടെ പൈതൃകം, പൂർത്തിയാക്കാറില്ല പൊതുവെ. പിന്നെ ഇത് കഴിഞ്ഞാൽ വേറെ ആള് മറ്റേ BJP അവിടെ ഈ മുന്നണി മാറി വരുമല്ലോ കർണാടകയില്. അപ്പോൾ 2033 ഇനി മര്യാദക്കാണെങ്കിൽ ഭരണം കിട്ടുള്ളൂ, മറ്റേ DK ശിവകുമാറിന് ചാൻസ് കിട്ടുള്ളൂ. അപ്പോൾ അവിടെ മറിച്ചിട്ടാലേ DK ശിവകുമാറിനെ സംബന്ധിച്ചിടത്തോളം സിദ്ധരാമയ്യ എന്തും ചെയ്യും DK ശിവകുമാർ വരാതിരിക്കാൻ വേണ്ടി. അപ്പോൾ സംഭവിക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ഒരുപക്ഷെ DK ശിവകുമാർ പുള്ളി ഒരു എന്തൊക്കെ പറഞ്ഞാലും ഒരു ഹിന്ദു വിശ്വാസിയാണ്. അവിടെ സർക്കാർ ഹിന്ദു വിരുദ്ധമായ പല കാര്യങ്ങളും ചെയ്യുന്നുള്ളൂ. ശിവകുമാർ ലക്ഷ്മിപുരയിൽ അദ്ദേഹം ഒരു ഹിന്ദു സ്ഥാനാർത്ഥിയായിട്ടാണ് അറിയപ്പെടുന്നത്. അതുകൊണ്ടാണ് BJP സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അവിടുന്ന് ഹിന്ദു സ്ഥാനാർത്ഥിയായി കാണുന്നതുകൊണ്ടാണ് ജയിക്കുന്നത്. ലക്ഷ്മിപുര ഹിന്ദു ഭൂരിപക്ഷ മണ്ഡലമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരുപക്ഷെ ശിവകുമാർ കോൺഗ്രസ് പുലർത്തി വേറൊരു പാർട്ടി ഉണ്ടാക്കുകയും ആ പാർട്ടി NDAയിൽ ചേരുകയും ചെയ്യുന്നത് അസംഭവ്യമാണോ? അസംഭവ്യമല്ല. അദ്ദേഹത്തിന് വേറൊരു പാർട്ടി ഉണ്ടാക്കുന്ന അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഈ ഹൈക്കമാൻഡായ KC വേണുഗോപാലും ഒക്കെ കർണാടകയിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാനും ഇപ്പം അവർ നിലനിർത്താനായിട്ട് ധാരാളം ശ്രമിക്കാറുണ്ട്. അങ്ങനെ നിലനിർത്താനായിട്ട് ശ്രമിക്കുമ്പോഴേക്കും BJPയുടെ ഗെയിം കളിച്ചിരിക്കും. മുമ്പ് ഗോവയിലും ഒക്കെ കളിച്ച് കർണാടകയിലും ഒക്കെ കളിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ആ കളിയിലൊക്കെ നല്ല ധാരണയുണ്ട്. ഈ ഇവിടെ തന്നെ രേവന്ത് റെഡ്ഡിയുടെ മുമ്പിൽ ചുവരെഴുത്തുണ്ട്. കാരണം തെലങ്കാനയിൽ BJP ഗംഭീരമായിട്ട് ഈ ബേസ് വോട്ടുകൾ കൂട്ടിയിരിക്കുകയാണ്. കാരണം BRSന്റെ നാശമുണ്ടല്ലോ, ആ നാശം മുഴുവൻ കൺവെർട്ട് ചെയ്തിരിക്കുന്നത് BJP വോട്ടുകളായിട്ടാണ്. കാരണം BJP സ്ഥാനാർത്ഥികൾ ജയിച്ചില്ലെങ്കിലും കേരളത്തിൽ കണ്ട ആ പ്രതിഭാസം അവിടെയും കാണുന്നുണ്ട്. 2ാം സ്ഥാനത്ത് വരിക, 3ാം സ്ഥാനത്ത് വരിക,
അങ്ങനത്തെ സംഗതികളെല്ലാം തെലങ്കാനയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതാണ്ട് മണ്ണ് ഈ ഉഴാനായിട്ട് ഒരുങ്ങിയിരിക്കുന്ന സ്ഥലമാണ് തെലങ്കാന. അതെ. ഏതായാലും പാർലമെൻറ്റ് സെഷൻ കഴിഞ്ഞു. ഇനി രാഷ്ട്രീയ കളികളുടെ കാലമാണ്. BJP വെറുതെ ഇരിക്കും തോന്നുന്നില്ല. ദക്ഷിണേന്ത്യയിൽ BJP ആരംഭിച്ചിരിക്കും. രാഹുലിന് ഉറക്കമില്ലാത്ത രാത്രികളാണ്, പകലുകളുമാണ് വരാനിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.